ഏത് മിന്നൽ വന്നാലും നമ്മുടെ മലയാളം ടൈപ്പിംഗ് ഇനി മുന്നോട്ട് അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ട്രിക്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. നോക്കിയിട്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ. എല്ലാവർക്കും നല്ല നമസ്കാരം. അതായത് നമ്മൾ ടൈപ്പിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബേസിക് തന്നെയാണ് ഇത്. അതായത് ISM 3ക്ക് ശേഷം ISM 6 ഇറക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കീബോർഡ് കണ്ടുകൊണ്ട് തന്നെ പഠിക്കാം. ഇതിലെ ഇൻസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സ് ലോക്ക് ഫ്ലോട്ടിംഗ് ഓൺ ദ കീബോർഡ് ഇത് 3 മാത്രം സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇതിനെ കുറിച്ചുള്ള പൂർണ്ണ വീഡിയോ നമുക്ക് ഇതിലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കാം. കീബോർഡ് ഇതേപോലെ കാണാം. ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ പഠിക്കാം. മിന്നൽ വേഗം നമ്മുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെ മിന്നൽ വേഗത്തിൽ പഠിക്കാം. ഇതിൽ ഇത് മനസ്സിലാക്കുക. കെ അടിച്ചാൽ ക വരും. ഡിയിനകത്താണ് നമുക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ്. ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും വേണ്ടി ഒരു ഏകീകൃത ഒരു കീബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഗവൺമെൻറ് പൊതുമേഖല മറ്റുള്ള മേഖലകളിലെല്ലാം മലയാളം ടൈപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തെറ്റുകൂടാതെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകൾ വരും. ഇതിപ്പോൾ കീബോർഡിൻ്റെ ഇടതുവശത്ത് സ്വരാക്ഷരങ്ങളാണ്. ഇത് കണ്ട് യാതൊന്നും പേടിക്കേണ്ട. കാരണം കീബോർഡിൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കും അക്ഷരങ്ങളെല്ലാം കാണുന്നത്. അതൊന്നും കാരണം എങ്ങനെ ഇത് ഒത്തുപിടിച്ച് വരുമെന്ന് നിങ്ങൾ ആലോചിക്കുക വേണ്ട. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എല്ലാം മറന്നേക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡിൻ്റെ ഇടതുവശം ഇടത് കൈക്ക് കൊടുക്കുക, കീബോർഡിൻ്റെ വലതുവശം വലത് കൈക്ക് കൊടുക്കുക. ഇതിലിപ്പോൾ സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞതിന് ശേഷം വ്യഞ്ജനാക്ഷരങ്ങളാണ്. ക ഗംഗ ഈ അക്ഷരങ്ങൾ. ഇത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുക. വലതുവശത്താണ് സെറ്റ് ചെയ്യുക. അപ്പോൾ വലത് കൈ കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം അടിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോയിങ് ചെയ്ത ഏകദേശം ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്നത്. ഇടതുവശം ഞാൻ പറഞ്ഞു സ്വരാക്ഷരങ്ങളാണ്. അപ്പോൾ ഇത് ഇത്ര ഏരിയ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരങ്ങളല്ല. ഇനി ഇതിൽ കാണാത്ത കുറച്ച് അക്ഷരങ്ങളുണ്ട്. കാണാത്ത അക്ഷരങ്ങൾ അത് കൂട്ടി നമ്മൾ ഉണ്ടാക്കേണ്ട വേണം. അതായത് ചില്ലക്ഷരങ്ങൾ നമ്മൾ കൂട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ വെർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലക്ഷരങ്ങളെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ഒരു കീയിൽ തന്നെ ഉണ്ട്. അതാണ് വളരെ പ്രത്യേകത. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാവുന്ന വെർഷൻ തന്നെയാണ് മലയാളം ടൈപ്പിംഗ്. ഇത് ക്യാപ്സ് ലോക്ക് ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീബോർഡ് മാറുന്നത് കാണാം. ഷിഫ്റ്റിൽ ഇതേപോലെ തന്നെ പ്രത്യേകതകൾ കാണാം. അപ്പോൾ നിങ്ങളത് നോക്കി കണ്ട് ചെയ്തു നോക്കണം. ചെയ്യാതെ കണ്ടിട്ട് യാതൊരു പ്രത്യേകതയും ഇല്ല. കണ്ട് തന്നെ പഠിക്കേണ്ടതാണ്. കണ്ട് വർക്ക് ചെയ്താൽ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇത് പൂർണ്ണമാവുള്ളൂ. കണ്ട് പെട്ടെന്ന് പാസ്സായി പോകും. ഇത് ചില്ലക്ഷരങ്ങളാണ്. ചില്ലക്ഷരങ്ങളെല്ലാം ഒരു കീയിൽ ഒതുക്കി. മുന്നേ 2-3 കീകളിലൂടെയാണ് നമ്മൾ ചില്ലക്ഷരം അടിച്ചിരുന്നത് ISM 3ൽ. ISM 6ൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ചില്ലക്ഷരങ്ങളെല്ലാം ഒറ്റ കീയിലായിട്ടുണ്ടെന്ന പ്രത്യേകത. അപ്പം ചില്ലക്ഷരങ്ങളൊക്കെ എവിടെയാണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇൾ ഇൻ ഇൽ ഇൻ ഇർ ഇത്ര 5 ചില്ലക്ഷരങ്ങളെ ഏരിയ തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലേക്ക് നമ്മൾ കൈവിരലുകൾ ഓടിച്ചെന്നാൽ മാത്രം മതി. മുന്നേ ഞാൻ പറഞ്ഞു 2-3 കീകളിലൂടെ മാത്രം ചെയ്തിരുന്ന വർക്കായിരുന്നത്. അപ്പോൾ ചില്ലക്ഷരങ്ങളെല്ലാം റെഡിമേഡ് കിട്ടി. സ്വരാക്ഷരങ്ങൾ കണ്ടു, വ്യഞ്ജനാക്ഷരങ്ങൾ കണ്ടു. ഇനി നിങ്ങളതാണ് ഇത് യഥാർത്ഥ ഒരു ടൈപ്പിംഗ് രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്ക്രിപ്റ്റ് ഇന്ത്യൻ ഭാഷകൾക്ക് വേണ്ടി കീബോർഡിൽ ഒരു ലേഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി വിഭാഗമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇൻസ്ക്രിപ്റ്റ് ലിപിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് മേഖലയിൽ പൊതുമേഖലാ മേഖലയിലെല്ലാം നമ്മൾ മലയാളം ടൈപ്പിംഗ് അല്ലെങ്കിൽ നിങ്ങൾ മംഗ്ലീഷോ മറ്റേത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും തെറ്റ് വരും. പ്രിൻറ്റിങ് എടുക്കുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ഫാൾട്ട് വരിക. പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അക്ഷരങ്ങൾ തെറ്റാൻ നല്ല ചാൻസാണ് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഈ രീതി യൂണിക്കോഡ് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ സാധാ MLTT ഈ ഇൻസ്ക്രിപ്റ്റ് രീതി തന്നെ ഇതിൽ യൂണിക്കോഡ് ഫൗണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കട്ടെ. യൂണിക്കോഡ് ഫൗണ്ട് ഇൻസ്റ്റാൾ ചെയ്താലാണ് ISM 6 വർക്ക് ചെയ്യുള്ളൂ എന്ന കാര്യം കൂടി മുൻകൂട്ടി പറഞ്ഞേക്കാം. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കണം ഇതിനെക്കുറിച്ച് ഇപ്പം ഇരട്ടിപ്പ് അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. മലയാളം ടൈപ്പിംഗ് എളുപ്പത്തിൽ. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് അത് നിങ്ങൾ കാണണം. അതിൽ കൃത്യമായിട്ട് എല്ലാ അക്ഷരങ്ങളും വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കണ്ട ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി നമ്മൾ സമയം കുറവാണ്. എല്ലാവർക്കും സമയമില്ലാത്ത കാരണം മാക്സിമം ഒരു 8 മിനിറ്റ് 9 മിനിറ്റിനുള്ളിൽ ഈ വീഡിയോ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് ഓടിപ്പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി തരാതെ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതല്ല. നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിപ്പുകളൊക്കെ നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്തും കൊണ്ട് തന്നെ കാണുക, എഴുതി വെക്കുക. ഒരു നോട്ട് ബുക്ക് എടുക്കുക, അതിൽ എഴുതി വെക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇനി സംശയമുള്ള വാക്കുകളുണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ
കൈ തൈ ചെമ്പരത്തി ഇതൊക്കെ വരുന്ന സമയത്ത് സ്വരാക്ഷരങ്ങൾ മുന്നേ ആദ്യം വരുന്ന അക്ഷരങ്ങളാണെങ്കിൽ ആദ്യം തന്നെ അക്ഷരം അടിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വരാക്ഷരങ്ങൾ കൊടുക്കുക. ഇപ്പം കൊണ്ട് ചെമ്പരത്തി ച കഴിഞ്ഞതിന് ശേഷമാണ് എയുടെ ശബ്ദം കൊടുത്തത്. പിന്നെയാണ് നമ്മൾ ചന്ദ്രക്കല പ മുമ്പ വന്നു ചെമ്പരത്തി. മനസ്സിലായല്ലോ? അപ്പം ഈ രീതിയിൽ വരുന്ന സമയത്ത് ആദ്യം അക്ഷരം അടിക്കുക, അക്ഷരം കഴിഞ്ഞതിന് ശേഷമാണ് സ്വരാക്ഷരങ്ങൾ കൊടുക്കേണ്ടത്. ഇതെല്ലാം നിങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ കാണാം. ഇതിൽ ഞാൻ ഓടിച്ചിട്ട് പോവാണ്. അപ്പം ഇവിടെ കപ്പി കാപ്പ ഇത്ര കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ നിങ്ങൾ പോസ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് വരുന്നത്. ക്രൈം ഒരു എക്സാമ്പിൾ കൂടി തരികയാണ്. ക്രൈം എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കാ അടിച്ചു, ചന്ദ്രക്കല അടിച്ചു, രാ അടിച്ചു, അപ്പോഴാണ് ക്ര വരുന്നത്. മനസ്സിലായല്ലോ? ക്ര വന്നതിന് ശേഷമാണ് ഐകാരം, ആഗമസന്ധി, നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പഠിച്ചതാണ്. ആ രീതിയിൽ ഐകാരം കൊടുത്തു, മുറുക്കം കൊടുത്തു. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം എനിക്ക് പറയാനുള്ള വാക്ക് പറഞ്ഞാൽ ചെറിയ വാക്കുകൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മോർ പ്രാക്ടീസ്, ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയും നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. അതായത് ചെറിയ ചെറിയ വാക്കുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. കാക്ക, പൂച്ച, തത്ത, നമുക്ക് അറിയുന്ന വാക്കുകൾ, നിങ്ങളെ വീട്ടുകാരുടെ പേര്, മക്കളുടെ പേര്, അതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. കൂട്ടുകാരും എല്ലാ പേരുകളും നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. പിന്നെ തുടർന്ന് ഇതെല്ലാം പോസ് ചെയ്ത് കാണാം. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് വരുന്നത്? ത്വ, സ്യ, വ്യ, കൃ, തൃ, ഇതൊക്കെ എങ്ങനെ വരുന്നുണ്ട്? ഇതൊക്കെ യാ കൂട്ടിയിട്ട് വരുന്ന സാധനങ്ങളാണ്. ആ അക്ഷരത്തിൻ്റെ കൂടെ യാ കൂട്ടിക്കഴിഞ്ഞാൽ സ്യ, യ, ത്യ, വ, ക്യ, കൃ. കൃ വരുന്ന സമയത്ത് നമ്മൾ സ്വരാക്ഷരത്തിൻ്റെ അകത്തുള്ള ഋൻ്റെ ചിഹ്നമാണ് കൃ, കൃഷി, പൈതൃകം, ഇത്തരം വാക്കുകളെല്ലാം വരുന്നത്. അപ്പോൾ ഇതെല്ലാം വരുന്നത് നോക്കുക. താ പ്ലസ് താ ചന്ദ്ര പ്ലസ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ചന്ദ്രക്കലയ്ക്ക് വേണ്ടിയാണ്. താ ചന്ദ്രക്കല യ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ത്യ. അതേപോലെ തന്നെ ഋ എന്ന അക്ഷരം വരുന്നതാണ് കൃ. മനസ്സിലായല്ലോ? ക ചന്ദ്രകല കൃ. ന ചന്ദ്രകല തായാണ് ന്ത. മനസ്സിലായല്ലോ? ന ചന്ദ്രകല ത ന്ത. ന ചന്ദ്രകല ദ ന്ത. ഈ വാക്കുകൾ ഇതെല്ലാം പോസ് ചെയ്യുക. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴുള്ളൂ ണ്ട, മണ്ടൻ, ചെണ്ട, ന പ്ലസ് ട, ങ പ്ലസ് ങ, പ പ്ലസ് ര, പാ ചന്ദ്രകല ര, അതാണ് ഞാൻ പ്ലസ് ഉദ്ദേശിച്ചത്. പാ ചന്ദ്രകല ര, പ്ര. ന ചന്ദ്രകല പ, mb. യ ചന്ദ്രകല ഇയ, ഇയ, ല. ഇത്തരം വാക്കുകളെല്ലാം വരുന്നേരം ആ അക്ഷരങ്ങൾ തന്നെ ഇരട്ടിപ്പേര് തന്നെ കൊടുക്കുക. ഇതേപോലെ ചെറിയ ചെറിയ വാക്കുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാൻ ഈ പാഠഭാഗത്തിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ മുന്നത്തെ വെർഷനിൽ, ഇത് പാർട്ട് 12 ആയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗങ്ങളിൽ ഞങ്ങൾ ഓരോരോ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക, നന്നായി പഠിക്കുക. ഐസം 6 എങ്ങനെ ഡൗൺലോഡ് ചെയ്തൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ല നമസ്കാരം. നന്നായി പഠിക്കുക. അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ഗുഡ് ബൈ. ഓക്കെ. കീബോർഡ് കണ്ടുകൊണ്ട് കീബോർഡ് കണ്ടുകൊണ്ടുള്ള ട്രിക്സ് ആണ് ഈ